ഞാൻ ഡോക്ടർ സജ്ജാദസ്, കൊച്ചറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജനാണ്. സ്ത്രീകളിൽ പൊതുവെയും ഇപ്പോൾ പുരുഷന്മാരിൽ അധികമായിട്ട് നമ്മൾ കണ്ടുവരുന്ന മറ്റ് അസ്ഥിജന്യമായ രോഗമാണ് ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥി ശോഷണം എന്ന് പറയുന്നത്. ഓസ്റ്റിയോപോറോസിസിന് പലവിധ കാരണങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ കേൾക്കുന്ന കാൽസ്യം കഴിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പലവിധ അസുഖങ്ങൾ കാരണം ധാരാളം സ്റ്റീറോയിഡുകൾ എടുക്കേണ്ട അസുഖങ്ങൾ ഉള്ളവർ ചെറുപ്പത്തിലെ ഓസ്റ്റിയോപോറോസിസ് വരുന്നവരുണ്ട്. ഭക്ഷണത്തിലെ കാൽഷ്യം കുറവ് കാരണം ഓസ്റ്റിയോപോറോസിസ് നമ്മൾ മുമ്പ് കാണുന്നില്ലായിരുന്നു. പണ്ട് കാലത്തുണ്ടായിരുന്നെങ്കിലും ഇടക്കാലത്ത് നമ്മളത് ഇന്നൊക്കെ മാറി. കാര്യം എല്ലാവർക്കും ഭക്ഷണം ലഭിച്ചു തുടങ്ങിയ കാലമായപ്പോഴേക്കും അങ്ങനെ ഒരു കുറവ് കുട്ടികൾ കാണാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും വീണ്ടും പുതിയ ഭക്ഷണക്രമങ്ങളും പുതിയ ഭക്ഷണ രീതികളിലും നമ്മുടെ വേഗതയേറിയ ജീവിതശൈലികളൊക്കെ ആയിട്ട് ജീവിതശൈലി രോഗമായിട്ട് തന്നെ ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥി ശോഷണം അഥവാ ബലക്ഷയം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈവൻ പിള്ളേരിലും ചെറുപ്പക്കാരിലും ഒക്കെ നമ്മൾ ഈ കണ്ടീഷൻ അഭിമുഖീകരിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യം കാൽഷ്യം കഴിക്കുക അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കഴിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇതിനേക്കാൾ ഉപരി ഏത് പ്രായക്കാരിലും ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ, അതായത് നമ്മുടെ അസ്ഥിക്ക് കുറുകെയുള്ള മസിലുകൾ വർക്ക് ചെയ്യുക, പേശികൾ വലിയും കുറുകയും ചെയ്യുന്നതനുസരിച്ച് അസ്ഥികളിലേക്ക് കാൽഷ്യം അടിയുന്ന പ്രക്രിയ നടക്കുന്നതാണ്. അതുകൊണ്ട് ഓസ്റ്റിയോപോറോസിസ് അഥവാ ബലക്ഷയം അസ്ഥി ശോഷണം എന്ന് പറയുന്ന ഈ കണ്ടീഷന് നമ്മൾ കാൽഷ്യം വിറ്റാമിൻ ഡിയോടൊപ്പം തന്നെ വ്യായാമ മുറകളും ചെറിയ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസുകളെന്ന് പറയും. അങ്ങനത്തെ ചെറുപ്പക്കാരിലും കുട്ടികളിലൊക്കെ ജിമ്മിലൊക്കെ പോയി ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാത്തവർക്കാണെങ്കിൽ നടക്കുന്നത്, ചെറിയ ഭാര ജോലികളൊക്കെ ചെയ്യുന്നത് അസ്ഥിശോഷണം കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന രീതിയിൽ ഉള്ളൊരു എക്സസൈസുകളും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള ടിപ്സിനായി നിങ്ങൾ പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.